ഹായ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് SSLC മാത്സിലെ ചാപ്റ്റർ 2 ആണ്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒറ്റ ക്ലാസ്സിൽ കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് പോകും. ഓക്കെ, സോ വൃത്തങ്ങളാണ് കോണുകളാണ് ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. വൃത്തങ്ങൾ എന്ന് പറയുന്ന സമയത്ത് സർക്കിൾസ് ആണ്. ഈ ഒരു സർക്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനത് ഇവിടെ വരയ്ക്കുന്നത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സേ ദ ടോട്ടൽ ആംഗിൾ ഇൻ എ സർക്കിൾ. ഉള്ളിലത്തെ ആംഗിളുകൾ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു സർക്കിൾ ആണെങ്കിൽ, ഇതൊരു സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊരു സർക്കിളാണ് കൊടുത്തിട്ടുള്ളത്. ഈ സർക്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇതിന്റെ ഇന്നർ ആംഗിൾസ് എല്ലാം തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 360 കിട്ടുക. അത് നിങ്ങൾക്ക് അറിയുന്നതാ. ടോട്ടൽ ആംഗിൾസ് ഇൻ എ സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, സോ പിന്നെ ത്രികോണത്തിന് നിങ്ങൾക്കറിയാം, ഒരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിളുകളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഈ ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ആയിരിക്കും, 180 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയുന്നതാണ്. ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഒന്ന് റിമൈൻഡ് ചെയ്യുക. ഓക്കെ, യെസ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ള ഒരു ഭാഗം നോക്കാം. വൃത്തഭാഗങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ സർക്കിളിന്റെ കുറച്ച് വൃത്തത്തിന്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വളയം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ വളയം എന്ന് പറയാം. സോ ഒരു വളയത്തിന്റെ 1/3 ഭാഗം മുറിച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സർക്കിൾ തന്നിട്ട് നിങ്ങളോട് പറയാണ് ഇത് ടോട്ടൽ 3 ഭാഗമാണെന്ന് വിചാരിക്കാം. ഈ സർക്കിൾ എന്ന് പറയുന്നത് 3 ഭാഗമാണെന്ന് വിചാരിക്കാം. അതിലൊരു ഭാഗം കട്ട് ചെയ്യണം, അതായത് 3-ൽ 1 ഭാഗം കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എത്രയാണ് കട്ട് ചെയ്യേണ്ടത്? നമുക്ക് 1/3 ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വളയത്തിന്റെ 1/3 ഭാഗം മുറിച്ചെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാനൊന്ന് ചെറുതാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1/3 ഭാഗമാണല്ലോ. സോ നമ്മൾ എഴുതി 1/3 ഇൻറ്റു, നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ആണ്. ഓക്കെ അല്ലേ? 1/3 ഇൻറ്റു 360 നമുക്കറിയാം. 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ആണ്. ഡിനോമിനേറ്റർ താഴെ എത്രയൊക്കെ എടുക്കുന്നത്? 3 എടുക്കുന്നത്. ഓക്കെ, ഡിവിഷൻ ചെയ്യാം. ഈക്വൽ ടു 3-ൽ 3 ഒരു പ്രാവശ്യം, 6-ൽ 2 പ്രാവശ്യം, ആ 0 കയറ്റിയിട്ടു 120 ഡിഗ്രി. 120 ഡിഗ്രി എന്ന് കിട്ടി. സിമ്പിൾ ആണല്ലോ. ഓക്കെ, 1/3 ഭാഗം എന്ന് പറയുന്ന സമയത്ത് 360 ഇൻറ്റു 1/3 ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 360 ഡിവൈഡഡ് ബൈ 3 ആണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 3, 3-ൽ 3 ഒരു പ്രാവശ്യം, 3 പോയി, ബാക്കി 6 ഇറക്കിയിട്ടു. 6-ൽ 3 2 പ്രാവശ്യം, 6 ഇറക്കിയിട്ടു, ബാക്കി 0 ഉണ്ടായിരുന്നു, അത് മേലോട്ട് കയറ്റി വിട്ടു. അപ്പോൾ 120 ഉത്തരം മനസ്സിലായി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 120 എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 120 ശരിക്കും ഇതിന്റെ സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന്റെ കറക്റ്റ് സെന്ററിൽ ഒരു മാർക്ക് ചെയ്തു, O എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തെന്ന് വെച്ചോ. ഇവിടുന്ന് ഞാനിതാ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. സോ ഇവിടെ നമുക്കൊരു ആംഗിൾ കിട്ടിയിട്ടുണ്ടല്ലോ. ആ ആംഗിൾ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 120 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ചെയ്തു 1/3 ഭാഗം എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/3 ഇൻറ്റു 360 ചെയ്യുക. അങ്ങനെ ചെയ്ത സമയത്ത് 360 ഡിവൈഡ് ബൈ 3 ആണ്, അത് 120 ആണെന്ന് കിട്ടി. ആ 120 എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻട്രലിലുള്ള ആംഗിൾ ആയിരിക്കും, കേന്ദ്രകോണായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വേറൊരു കോൺസെപ്റ്റ് കൂടി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇത് ഫർദർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഇഫ് ഐ ഡ്രോ, ഞാനൊരു എന്ത് ചെയ്തു, ഒരു ലൈന് വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. വൃത്തത്തിലോട്ട് ഒരു ലൈന് വരച്ചു. അത് തന്നെ ഇതാ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അവിടെ, അതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ 120 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 60 ആയിരിക്കും. അതായത് 120ന്റെ പകുതി ആയിരിക്കും. എത്രയാണോ ഈ സെൻട്രൽ ആംഗിൾ, ആ സെൻട്രൽ ആംഗിളിന്റെ നേരെ പകുതി ആയിരിക്കും അതിന്റെ മേലെ കിടക്കുന്ന ആ ഒരു
വൃത്തത്തിലുള്ള കോൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 120ഉം 60ഉം. ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ ചെയ്തേ, ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 1/3 ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇവിടെ 120 അല്ല എന്ന് വിചാരിച്ചോ. ഇവിടെ കിടക്കുന്നത് 100 ആണെങ്കിൽ ഡെഫിനറ്റ്ലി മേലെ എത്രയായിരിക്കും? അതിന്റെ പകുതിയായിട്ടുള്ള 50 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കുന്നത്? ഇവിടെ എത്രയാണോ എടുക്കുന്നത് അതിന്റെ നേരെ പകുതി ആയിരിക്കും മേലെയുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ അതിപ്പോ എങ്ങനെ മനസ്സിലാവുക? ഓക്കെ, ഇതിന്റെ ഓപ്പണിംഗ് നോക്കിയാൽ മതി. ഇതിന്റെ വായ കണ്ടോ? ഇതിന്റെ മൗത്ത് കുറച്ചും കൂടി വലിയ ഓപ്പണിംഗ് അല്ലേ? ഇതിന് കുഞ്ഞു ഓപ്പണിംഗ് അല്ലേ? അങ്ങനെ ആലോചിക്കാം. അതായത് ഇത് വലുതാണെങ്കിൽ അതിന്റെ നേരെ പകുതി ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് നേരെ തിരിച്ചും പറയാം കേട്ടോ. നമ്മൾ പറഞ്ഞു ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ ഒരു 140 ആണെന്ന് വിചാരിക്കുക. ഇമാജിൻ ചെയ്യുക, ഇവിടെ 140 ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ പകുതിയായിട്ടുള്ള 70 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാലോ. അതായത് ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ 50 ആണെന്ന് വിചാരിച്ചോ. നമ്മൾ പറഞ്ഞു അവിടെയുള്ളതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ, അല്ലെങ്കിൽ നേരെ തിരിച്ച് പറയാം, ഇവിടെ ഉള്ളതിന്റെ പകുതി ആയിരിക്കും അപ്പുറത്തുണ്ടാവുക. ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും സംഭവം സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ മേലെയുള്ളതിനെ എക്സ് എന്ന് പറഞ്ഞു വിചാരിച്ചോ. അപ്പോൾ താഴെയുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, താഴെയുള്ളതെന്ന് പറയുമ്പോൾ ഇതിന്റെ ഇരട്ടി ആയിരിക്കും, 2x ആയിരിക്കും. മനസ്സിലായി? ഇരട്ടി ആയിരിക്കും. അല്ലെങ്കിൽ ഇതിന് നേരെ തിരിച്ച് പറയാം, താഴെയുള്ളത് എക്സ് ആണെന്ന് വിചാരിക്കാം. താഴെയുള്ളത് എക്സ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മേലെയുള്ളത് എന്തായിരിക്കും? മേലെയുള്ളത് എന്ന് പറയുമ്പോൾ താഴെയുള്ളതിന്റെ പകുതി ആയിരിക്കും, x/2. ഓക്കെ, സോ ഇത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ അത്രയൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട, സിംപിളി. അപ്പോൾ ഇതിന് ഞാനൊന്ന് സമപ്പ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇനി ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവട്ടെ. ഇനിയിപ്പോൾ ഇത്ര പറഞ്ഞിട്ടുള്ളതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിളിന്റെ കേന്ദ്ര ബിന്ദു O എന്ന് പറയുന്ന ഒരു കേന്ദ്ര ബിന്ദു, ഒരു സെന്റർ, ഇതാണ് സെന്റർ എന്ന് വിചാരിച്ചോ. കറക്റ്റ് സെന്റർ ഒന്നും ആയിരിക്കില്ല, സെന്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ കണക്ട് ചെയ്തു. മനസ്സിലായോ? ഇവിടെയുള്ള ആംഗിൾ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എന്നിട്ട് അതേ പോയിന്റ് നോക്കിക്കേ, ഇവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് റാൻഡം ഒരു നമ്പർ പറയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മേലെയുള്ളത് 60 ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേന്ദ്രകോൺ എത്രയായിരിക്കും? 60ന്റെ ഇരട്ടിയായിട്ടുള്ള 120 ആയിരിക്കും. അത് ഉറപ്പാണ്. ഓക്കെ, ഇത് തിരിച്ചും പറയാം. എങ്ങനെയോ തിരിച്ചു പറയാ? തിരിച്ചു പറയുന്നതാണ്. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ 100 ആണ് എന്ന് വിചാരിച്ചോ. ഇത് 100 തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തുള്ള എന്തായിരിക്കും? 100ന്റെ പകുതിയായിട്ടുള്ള 50 ആയിരിക്കും. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ, പക്ഷെ ഇങ്ങനെ തന്നെയാണോ ചോദ്യങ്ങൾ തരാം? അല്ല, ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫിഗേഴ്സ് എന്ത് തരാം? മാറ്റി മറിച്ചിട്ടൊക്കെ തരാം. ഇപ്പൊ ഈ ഒരു ചിത്രം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലായി, ഓക്കെ ഇവിടെ ഉള്ളതിന്റെ നേരെ അവിടെ മേലെ, ഓക്കെ ഓക്കെ അങ്ങനെ മനസ്സിലായി. പക്ഷേ നിങ്ങൾക്ക് ചിത്രം ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, എങ്ങനെ വേണമെങ്കിലും ചില തരാം. ഇങ്ങനെ തിരിച്ചിട്ടോ ഇങ്ങനെയോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, സോ ഇവിടെ മേലെ 50 ആണെങ്കിൽ അതിന് താഴേക്ക് എടുക്കുന്ന ആ ഓപ്പണിംഗ്, വലിയ ഓപ്പണിംഗ് വരുന്നത് 100 ആയിരിക്കും, ഇരട്ടി ആയിരിക്കും. അഥവാ ഇതിന്റെ പകുതി ആയിരിക്കും മേലെയുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കൂടി പറയാം. ഓക്കെ, ഇത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ നിന്ന് ഞാനിതാ വേറൊരു ലൈൻ, ഇത് കറക്റ്റ് ഇവിടുന്ന് ആയിരിക്കണം കേട്ടോ, സെൻറ്ററിൽ നിന്നായിരിക്കണേ. ഓക്കെ, ഇവിടുന്ന് ലൈൻ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും ആ ആംഗിള്? ഇതും എത്ര തന്നെയായിരിക്കും? ഇതും 50 തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാ വേറൊരെണ്ണം വരച്ചെന്ന് വെച്ചോ. നോക്കിക്കേ, എത്ര എണ്ണം വരച്ചു കഴിഞ്ഞാലും അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സർക്കിളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് എത്രയായിരിക്കും? അത് വന്നിട്ട് 50 ഡിഗ്രി ആയിരിക്കും, 50 ആയിരിക്കും. ഓക്കെ, കറക്റ്റ് അവിടെ ടച്ച് ചെയ്യണം കേട്ടോ. ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് വരയ്ക്കുന്നതാണ്, ടച്ച് ചെയ്യണം. ഇനി നോക്കിക്കേ, ഇത് ഇങ്ങനെയൊക്കെ ആവാം, ഇത് മേൽ കൂടെ തന്നെ പോയിട്ടും ഇവിടെ ടച്ച് ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെ ടച്ച് ചെയ്യാം. ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇവിടെ എന്തിനാണ് വരുന്നത്? 50 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. സോ വി ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. ഇവിടെ നോക്കിക്കേ, ചിത്രത്തിലെ ഒരു ബിന്ദുവിൽ 60 ഡിഗ്രി അടയാളപ്പെടുത്തിയാൽ, അതായത് ഇവിടെ 60 ഡിഗ്രി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ വൃത്തത്തിന്റെ 1/3 ഭാഗമായിട്ടുള്ള ചാപം കിട്ടുമെന്നും 36 ഡിഗ്രി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ വൃത്തത്തിന്റെ 1/5 ഭാഗമായിട്ടുള്ള ചാപം കിട്ടുമെന്നും കണ്ടല്ലോ. അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരട്ടെ. നോക്കിക്കേ, ഇവിടെ 60 തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനിതാ നിങ്ങളോട് സെന്റർ പോയിന്റ് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നിങ്ങളോട് സെന്റർ പോയിന്റ് അടയാളപ്പെടുത്തും. അപ്പോൾ അവിടെ സെന്റർ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു, ആ സെന്ററിലോട്ട് ഇട്ടാ. അതേപോലെ തന്നെ ആ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഞാൻ ചോദിക്കണം, ഈ കേന്ദ്രബിന്ദു എത്രയാ? അത് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, 60 ആണല്ലോ മേലേക്ക് എടുക്കുന്നത്. ഈ മേലേക്ക് എടുക്കുന്നത് 60 ആണെങ്കിൽ അതിന്റെ എന്തായിരിക്കും അവിടെ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ഇരട്ടിയായിട്ടുള്ള 120 ആയിരിക്കും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം 1/3 ഭാഗമാണല്ലോ, അതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതെങ്ങനെ കിട്ടുന്നത്? അത് ചെയ്യാനായിട്ട് ഈ ആംഗിൾ നമുക്ക് കിട്ടിയല്ലോ, 120 കിട്ടിയിട്ടുണ്ടല്ലോ. 120 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 360 ചെയ്യാം. 360 ചെയ്യുമ്പോൾ 0 കട്ട് ചെയ്ത് പോയി. 12 12 ഒരു പ്രാവശ്യം, 36 12 3 പ്രാവശ്യം. സോ വി വിൽ ഗെറ്റ് 1/3. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 1/3 ഭാഗം എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് പല രീതിയിൽ നമുക്ക് ക്വസ്റ്റൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതാ രണ്ടാമത്തെ ഫിഗറിൽ നോക്കിക്കേ, അവിടെ 36 കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ ഇരട്ടി ആയിരിക്കും അതിന്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, നമുക്ക് വേറെ രീതിയിൽ എന്ത് ചെയ്യാം? ഇത് 1/5 ഭാഗമാണ് കൊടുത്തിട്ടുണ്ട്. 1/5 ഭാഗമാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 360 ആണ് ടോട്ടൽ വരുന്നത്. ഇൻറ്റു 1/5 എന്ന് ചെയ്യുന്ന സമയത്ത് വിൽ ബി എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ 5 അല്ലേ? 360 ഡിവൈഡ് ബൈ 5 എങ്ങനെ ചെയ്യും? 6 5 30, 6 5 30, 6 ബാക്കി 1 62. ഓക്കെ, എത്രയാണ് വരുന്നത്? ഈ സെൻട്രൽ ആംഗിൾ വന്നിട്ട് 62 വരും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ ദിസ് വിൽ ബി 62 ഡിഗ്രി. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് എ ക്വസ്റ്റ്യൻ. നമ്മൾക്ക് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലത്തെ ചോദ്യമാണ്. അതൊന്ന് ചെയ്ത് നോക്കാം. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്? സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്തിട്ടാ? ആദ്യം ചെയ്യേണ്ടത് ഇതാ, ഇതിന്റെ ഒരു സെന്റർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ വി ഹാവ് എ സെന്റർ സംവർ ഹിയർ. ഇവിടെ എവിടെയുള്ള സെന്റർ? ഇവിടെ സെന്റർ എന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്ത് ചെയ്തു? ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചു. ക്ലിയർ ആണല്ലോ? അവിടെ 40 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെയുള്ളത്. ഇരട്ടി എത്രയാണ്? 80 ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇത് എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ ചെയ്യാൻ എത്രയേ ഉള്ളൂ? 80 ഡിവൈഡ് ബൈ 360. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 0 കട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 36. ടോട്ടൽ ഇവിടെ 40 ആണ് തന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 40ന്റെ ഇരട്ടി ആയിട്ടുള്ള 80 ആയിരിക്കും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 80 ഡിവൈഡ് ബൈ ടോട്ടൽ നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. 0 കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തുണ്ട്? 8 ഡിവൈഡ് ബൈ 36 ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 4 ഡിവൈഡ് ബൈ 18 എന്ന് കിട്ടും. ഓക്കെ, അഗൈൻ കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 2/9. അപ്പോൾ നമുക്ക് പറയാം ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ചാപം വൃത്തത്തിന് എത്ര ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ്സ് 2/9. 9/2 ഭാഗമാണെന്ന് പറയാം. ഓക്കെ, സോ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം തന്നെ അടുത്ത ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കുഞ്ഞൊരു ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.